Sky Gold, elegance of beauty. താഴേക്കോട് പഞ്ചായത്തിൽ വലിയൊരു സംഭവം മരമുറിക്കൊള്ള എന്നൊക്കെ രീതിയിൽ വലിയ രീതിയിൽ സംഭവം നടന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നമുക്ക് ഒന്ന് ചോദിക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസമാണ് മരമുറി കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ ഒരു പഞ്ചായത്ത് മെമ്പറെ അറസ്റ്റ് ചെയ്യുന്നു. കൂടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുന്നു. അത് വലിയ വിവാദമായ വിഷയമാണ്. വലിയ മാധ്യമ വാർത്തകൾ ഞങ്ങൾ തന്നെ പല പ്രാവശ്യം വാർത്ത ചെയ്ത വിഷയമാണ്. അപ്പോൾ ഒന്നാം പ്രതി ചേർക്കപ്പെട്ട പഞ്ചായത്ത് മെമ്പർ, ഇടതുപക്ഷ മെമ്പർ ജാമ്യം ലഭിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ CPM പ്രവർത്തകരുമായി നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് ലീഗ് അദ്ദേഹത്തെ കെണിയൊരുക്കി കുടുക്കിയതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല ലീഗിന്റെ ചില ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടെന്നൊക്കെ പറയുന്നു. ഏതായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ കളപ്പാടൻ, ശരിക്കും അദ്ദേഹം പറയുന്നത് ലീഗുകാരിപ്പോ മരം ഉടലോടെ സ്വർഗത്തിൽ പോകൂല. അപ്പൊ അദ്ദേഹത്തിന് ചില്ല വെട്ടാനുള്ള അനുവാദം കൊടുത്തിരുന്നു വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക്. പിന്നീട് ആ മരം ലീഗുകാരറിയാതെ അത് എങ്ങോട്ടും പോകില്ല എന്ന തരത്തിലൊക്കെയാണ് ആരോപണങ്ങളും ഒക്കെ വരുന്നത്. ഇതെന്താണ് ഇതിന്റെ വസ്തുത, സത്യാവസ്ഥ എന്താണെന്നറിയാൻ ഈ നാട്ടുകാർക്ക് ഒരു താല്പര്യമുണ്ടല്ലോ. എന്താണ് വസ്തുത? ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡാമേജ് കൺട്രോൾ പ്രോസസ്സാണ്. പ്രതി ചേർക്കപ്പെട്ടതിലുള്ള പ്രയാസം അത് എങ്ങനെയെങ്കിലും നിയന്ത്രിച്ച് എടുക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള അഭിമുഖങ്ങളുടെ ഒക്കെ പിന്നിലുള്ള ലക്ഷ്യം. എന്നാൽ താഴേക്കോട് പഞ്ചായത്തിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ ഒരു ഭരണസമിതിക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം, സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ ഒരു തീരുമാനം മെമ്പർ സ്വയം ഏറ്റെടുത്തുകൊണ്ട് നടപ്പിലാക്കി ആ മെമ്പർ തന്നെ ഈ കേസിൽ ഒന്നാം പ്രതിയായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചോദ്യമുണ്ട്, അദ്ദേഹത്തെ ഭരണസമിതി ഈ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ആ വാർഡിലെ മെമ്പർ ആണല്ലോ, അദ്ദേഹത്തെ ഏൽപ്പിച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പഞ്ചായത്ത് ഭരണസമിതി എപ്പോഴും ഏൽപ്പിക്കുന്നത് പഞ്ചായത്തിന്റെ സെക്രട്ടറിയാണ്. നേരിട്ട് ഭരണസമിതിക്ക് അങ്ങനെ വാർഡ് മെമ്പറെ ഏൽപ്പിക്കാൻ കഴിയുകയില്ല. അദ്ദേഹം സ്വയം ഏറ്റെടുത്തതാണ്. സ്വയം ഏറ്റെടുത്ത് നടപ്പിലാക്കിയ മരമുറിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ വഴി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് എതിരായിട്ടുള്ളത് വിഷയം മാത്രമല്ല ഇത് ഈ പഞ്ചായത്തിൻ്റെ ആസ്തി നഷ്ടപ്പെട്ട ഒരു സംഘടിത കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതിൽപ്പെട്ടിട്ടുള്ളത്. ആ സംഘടിത കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ വിഷയവും. അതിൽ ഇപ്പോൾ ഒന്നാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള നമ്മുടെ ഈ പണി ഏറ്റെടുത്ത മെമ്പറാണ്. അല്ല, അദ്ദേഹത്തിനെ ഇപ്പൊ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നു. കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നു. കോടതിയിൽ ഇപ്പൊ എത്തുന്ന ഒരു സംഭവത്തില് കോടതി വസ്തുതകളും എല്ലാം പരിശോധിച്ചായിരിക്കുമല്ലോ ജാമ്യം നൽകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ജാമ്യം ലഭിച്ചത് എന്ന തരത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ജാമ്യം ലഭിച്ചതിനെ കുറിച്ച്, കാരണം ഇത്രയും വലിയ പ്രശ്നമായ ഒരു സംഭവത്തിൽ ഒന്നാം പ്രതി ചേർക്കപ്പെട്ട ആൾക്ക് ജാമ്യം ലഭിക്കുന്നു. ജാമ്യം ലഭിക്കുക എന്നുള്ളത് പ്രതിയല്ല എന്നുള്ളത് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ വിഷയമല്ല. പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞു. പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നടക്കുന്ന നിയമപരമായ നടപടികളുണ്ട്. ഒന്ന്, അറസ്റ്റ് നടന്നു. 2, അറസ്റ്റിന് ശേഷം ജാമ്യാപേക്ഷ കൊടുത്തു. ജാമ്യാപേക്ഷയിൽ ഒരു പ്രതിക്ക് ജാമ്യം നൽകി 2 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. പിറ്റേ ദിവസം സ്വാഭാവികമായ മെഡിക്കൽ പ്രോസസ്സിംഗ് നടത്തിയതിന് ശേഷം കോടതിയുടെ ചേംബറിൽ ഹാജരാക്കുക എന്നുള്ളതൊക്കെ നിയമപരമായ നടപടിക്രമമാണ്. അത് തീർച്ചയായും നിയമപരമായ ഒരു നടപടിക്രമമാണ്. പിന്നീട് ഏത് അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. 7 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾക്ക് ഇത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ അതിന് വ്യവസ്ഥകളോട് കൂടിയിട്ടുള്ള ജാമ്യം അനുവദിക്കുക എന്നുള്ളത് എല്ലാ നീതിപീഠങ്ങളും നൽകുന്ന ഒരു സംഭവമാണ്. അത് മാത്രമേ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ജാമ്യവും അദ്ദേഹത്തിന്റെ നിരപരാധിത്വവും രണ്ടാണ്. നിരപരാധിത്വം പിന്നീട് തെളിയിക്കേണ്ട വിഷയങ്ങളാണ്. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇതിപ്പോ മരച്ചില്ലകൾ വെട്ടിയതിന്റെ എല്ലാം ഇത് കൃത്യമായി പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മരം അവിടെ ഉണ്ടായിരുന്നു. ഈ മരം അവിടെ നിന്ന് പോയ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണത്തിന്
ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ടാകും. പാർട്ടിയും അദ്ദേഹവും ഉൾപ്പെടെ എല്ലാവരും ശക്തമായ പ്രതിഷേധം നടത്തും. ലീഗിന് ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിൽ ലീഗ് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പഴിചാരൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തലയിൽ വെച്ചതാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയ പ്രതികരണം. അപ്പോൾ ഇക്കാര്യത്തിൽ ഈ മരം അവിടുന്ന് അപ്രത്യക്ഷമായി പോയ കാര്യത്തിൽ അദ്ദേഹത്തെ മാത്രം കുറ്റപ്പെടുത്തുന്ന തരത്തിൽ താങ്കളിൽ നിന്നും ലീഗ് നേതാക്കളിൽ നിന്നും വരുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ അതെന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടത് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തി വെട്ടിക്കൂലിക്ക് വേണ്ടി പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ നൽകിയ അദ്ദേഹത്തിന്റെ രേഖകളുണ്ട്. അതിനു പുറമെ പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റിന് നൽകിയ റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. അതിനു പുറമെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത പരാതിയിന്മേൽ പോലീസിന് കൊടുത്ത മൊഴിയിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് കൂട്ടുപ്രതികൾ കൊടുത്ത മൊഴികളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. ആ പ്രതി ചേർക്കപ്പെട്ടതിൻ്റെ ലീഗൽ പ്രോസസ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടല്ല ഞാനിപ്പോ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ബന്ധപ്പെട്ട പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആളുകളും പറഞ്ഞത് ജാമ്യം ലഭിച്ചത് മാത്രമല്ല, ഈ മരം അവിടുന്ന് കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നിൽ ലീഗിന്റെ പല ആളുകൾക്കും ബന്ധമുണ്ടാകാം. അപ്പൊ ഇതിന്റെ സമഗ്രമായ അന്വേഷണത്തിന് വേണ്ടി അവർ ശക്തമായ പോരാട്ടവുമായി പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്ന് പറയുന്നു അവസാനം വരെ. അങ്ങനെ പറയുമ്പോൾ ഇതിപ്പോ രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള വാഗ്വാദങ്ങൾ, ആരോപണം പ്രത്യാരോപണം, ഇത് ജനങ്ങൾക്ക് സത്യം അറിയണമല്ലോ. ജനങ്ങളെ സത്യം അറിയിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്തുള്ള പ്രസിഡന്റ് നിലക്ക് താങ്കളാണ്. താങ്കൾ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് എല്ലാവരും പറയുന്നു. ജനങ്ങളോട് ചോദിച്ചപ്പോഴും പ്രസിഡന്റിനായി ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പറയുന്നു. ഈ സെക്രട്ടറിക്ക് ആണ് എല്ലാ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അധികാര സ്ഥാനം എന്ന് പറയുമ്പോഴും താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഇക്കാര്യത്തിൽ ഒരു വസ്തുത ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു സത്യം ബോധ്യപ്പെടുത്തണ്ടേ? ഇതിലെ ഓരോ ഘട്ടത്തിൽ നടന്ന ഡെവലപ്മെന്റുകളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അത് യോഗങ്ങളിലായാലും മറ്റ് സോഷ്യൽ മീഡിയകളിൽ കൂടെയുള്ള പാർട്ടിയുടെ ഔദ്യോഗികമായ ബൈറ്റുകളായാലും അവര് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടിയുടെ ലൈൻ. മറിച്ച് ഭരണസമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മൊഴി കൊടുത്തു, അതുപോലെ തന്നെ മൊഴിക്ക് ആധാരമായ തെളിവുകൾ കൊടുത്തു, അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ആർക്കൊക്കെ പങ്കുണ്ടോ അവരൊക്കെ പ്രതി ചേർത്ത് കേസെടുക്കണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള നിലപാട് നമ്മളെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് പ്രത്യേക ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ബാക്കിയുള്ളതൊക്കെ ആരെങ്കിലും എന്നെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത് അന്വേഷണ വിഷയത്തിൽപ്പെട്ടതുമാണ്. അപ്പൊ ഈ മരമുറിക്കുള്ള മുറിച്ച് കടത്തിയുമായി ബന്ധപ്പെട്ട പ്രസിഡന്റ് പറയുന്നു, അതുപോലെ തന്നെ ആരോപണ വിധേയനായ മൊയ്തുപ്പു പിലാക്കൽ, അദ്ദേഹത്തിന്റെ പേര് എല്ലാവരും മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗം പറയുന്നത്, അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും പറയുന്നത്. അപ്പൊ ഇക്കാര്യത്തിൽ അന്വേഷണം വരുമ്പോൾ നിങ്ങൾ സമരം നേരത്തെ നടത്തി, UDF സമരം നടന്നു, ഇന്നലെ ആഘോഷം നടന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഈ മൊയ്തുപ്പു പുലാക്കൽ ഉൾപ്പെടെ ഇടതുപക്ഷ പ്രവർത്തകർ വലിയ സമരം നടത്താൻ പോകുന്നു. ഇപ്പോ ജനങ്ങൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ഈ മരങ്ങളെല്ലാം ഒളിച്ചോടി പോയതാണോ, ഉടലോടെ സ്വർഗത്തിൽ പോയതാണോ? ഇതിന്റെ താങ്കളും ഉറച്ചു പറയുന്നുണ്ടോ ഈ ഒന്നാം പ്രതി ചേർക്കപ്പെട്ട മൊയ്തുപ്പു പിലാക്കൽ അടങ്ങുന്ന സംഘം ഈ മരം കൊണ്ടുപോയതാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് അന്വേഷണ പരിധിയിൽപ്പെട്ട ഒരു വിഷയമാണ്. അന്വേഷണത്തിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാർട്ടാണിത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിൽ FIR ഇട്ട് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് ഇദ്ദേഹത്തെയാണ്, ഒന്നാം പ്രതിയായിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വവും അദ്ദേഹത്തിന്റെ പങ്കാളിത്തവും ഒക്കെ തെളിയിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിന്റെ ഉത്തരവാദിത്തമുള്ളത്. അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ഭരണസമിതി എന്നുള്ള നിലക്ക് നൽകും. ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് അവരുടെ മുമ്പിലേക്ക് വെക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും
പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കൃത്യമായ ജനങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തും, അന്വേഷണവുമായി എല്ലാ രീതിയിലുള്ള സഹകരണവും ഉണ്ടാകും, പ്രതി ചേർക്കപ്പെട്ടവർ പ്രതികളാണ് എന്ന് ഇതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ രീതിയിലാണ് അറസ്റ്റ് ചെയ്തത്, ജാമ്യം കിട്ടുന്നതിന്റെ സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ മൊയ്തുപ്പൂ പിലാക്കൽ പറഞ്ഞത് എനിക്കതിൽ പങ്കില്ല, ഞാൻ ചില്ലകൾ വെട്ടി മാറ്റുന്ന ഇത് ഏൽപ്പിച്ചു, ഞാൻ വാർഡ് മെമ്പർ എന്ന നിലക്ക്, ബാക്കി മരം എവിടെ പോയി എന്നുള്ള കാര്യത്തിൽ അന്വേഷണം വേണം. അത് ലീഗിന്റെ പല ആളുകളെയും അദ്ദേഹം പരോക്ഷമായി അതിൽ ഉൾപ്പെടുത്തു എങ്കിൽ പോലും ഇതിന്റെ അന്വേഷണം സമഗ്രമായ അന്വേഷണം വേണം. അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് മൊയ്തുപ്പൂ പിലാക്കലും അതുപോലെ അദ്ദേഹത്തോടൊപ്പം CPM പ്രവർത്തകരും അറിയിച്ചിട്ടുണ്ട്, വൺ ന്യൂസിനെ അറിയിക്കുകയുണ്ട്. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നത് സമഗ്രമായ അന്വേഷണത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകും, സത്യാവസ്ഥ പുറത്തു വരണം, ജനങ്ങൾ അറിയണം. ശരിയാണ്, പഞ്ചായത്ത് പ്രസിഡന്റും മൊയ്തുപ്പൂ പിലാക്കലും പറഞ്ഞ പോലെ സത്യാവസ്ഥ പുറത്തു വരട്ടെ. അന്വേഷണത്തിലൂടെ ഇങ്ങനൊരു വലിയ മരം കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യം ജനങ്ങൾ അറിയണം. ആ സത്യം പുറത്തു വരുന്നത് വരെ നമുക്ക് ജാഗ്രതയോടുകൂടി കാത്തിരിക്കാം. ജബ്ബാർ വേണാട്, വൺ ന്യൂസ്, പെരിന്തൽമണ്ണ. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.